സാഹചര്യങ്ങളിൽ ചിലപ്പം എനിക്ക് ഒറ്റപ്പെടൽ ഫീൽ ചെയ്തിട്ടുണ്ട്. പക്ഷെ അത് എനിക്കറിയത്തില്ല. ഞാൻ ഓട്ടോമാറ്റിക്കലി അങ്ങനെ ആയിപ്പോയതാണ്. ചിലപ്പോൾ ഇൻട്രോവേർട്ട് ആയതായിരിക്കും. ചിലപ്പോൾ ഞാൻ ഈ വണ്ടിയുടെ മുകളിലൊക്കെ ഇനോഗ്രേഷന്റെ മുകളിൽ ചെന്ന് ഇങ്ങനെ അലറി വിളിക്കുമ്പോഴേക്കും ആലോചിക്കും, ഈ മനുഷ്യൻ ഇൻട്രോവേർട്ട് ആണോ? ബേസിക്കലി ഞാൻ കുറച്ച് ലോൺലിനെസ് ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. ഒറ്റയ്ക്ക് താമസിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. ഒറ്റയ്ക്ക് ഒരുപാട് സമയം സ്പെൻഡ് ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. അപ്പം ദൈവമേ, അവസാനം ആരതിനെ കല്യാണം കഴിച്ചിട്ട് നിങ്ങൾ കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ ആരതി എനിക്ക് ഒറ്റയ്ക്ക് ജീവിക്കണം എന്ന് പറഞ്ഞ് നിങ്ങൾ ഇല്ല 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 ഹിമാലയത്തിലേക്കൊക്കെ പോവോ? അല്ല, ഞാൻ അതിലേക്ക് പറയാണ്. അപ്പം അത് കഴിഞ്ഞതിന് ശേഷം ആരതി എൻ്റെ ലൈഫിലേക്ക് എൻ്റർ ചെയ്തതിന് ശേഷം എനിക്ക് ഒറ്റപ്പെടൽ ഫുൾ എന്ന് മാറി. പറഞ്ഞൊരു സംഭവമേ ഇല്ല. ഫീൽ ചെയ്യുന്നില്ല. അപ്പം ഞാൻ ചില സമയത്ത് ഞാൻ ഇങ്ങനെ പറയുന്നുണ്ട്, എടി ഞാൻ കുറച്ചു നേരം ഒന്ന് വെറുതെ ഇരുന്നോട്ടെ. സമാധാനമായിട്ട് എനിക്കൊന്ന് ഒറ്റയ്ക്ക് പണ്ടെന്ന് വെച്ച് ഇരിക്കണം. കഴിഞ്ഞാൽ ലൈക്ക് ആരെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ഞാൻ ഇങ്ങനെ ആലോചിക്കുമായിരുന്നു. മനസ്സിലായി, ആരെങ്കിലും ഓക്കെ എനിക്ക് എപ്പോഴും എൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് പറയാനും ഒരു അല്ലെങ്കിൽ കമ്പാനിയൻ, ഒരു കമ്പാനിയൻ വേണമെന്ന് എപ്പോഴും ഞാൻ ആഗ്രഹിക്കാറുണ്ട്. ഓക്കെ. പിന്നെ എനിക്ക് അങ്ങനെ അധികം ഫ്രണ്ട്സോ കാര്യങ്ങളോ ഒന്നും ലൈഫിൽ ഉണ്ടായിരുന്നില്ല. ഉണ്ടായിട്ടില്ല. പിന്നെ ഞാൻ പറഞ്ഞില്ല, എനിക്ക് ആ ഒരു ബെസ്റ്റ് ഫ്രണ്ടേ ഉള്ളൂ, ഡോക്ടർ വൈശ. പുള്ളിക്കാരാണെങ്കിൽ ഡോക്ടറാണ്, എപ്പോഴും ബിസിയാണ്. പുള്ളിക്കാരൻ്റെ ലൈഫായിട്ട് പുള്ളിക്കാരൻ ഇതാണ്. അപ്പം ഞാൻ അങ്ങനെ എല്ലാവരും പെട്ടെന്ന് ഫ്രണ്ട്ലി ആവുന്ന ഒരു ടൈപ്പും അല്ല. അപ്പം അങ്ങനെ ഇരിക്കുമ്പോഴാണ് പൊടി എൻ്റെ ലൈഫിലേക്ക് വരുന്നത്. പിന്നെ പൊടിയുടെ ഫ്രണ്ട്സാണ് എൻ്റെ ഫ്രണ്ട്സ്. പിന്നെ എല്ലാം ലൈഫ് ടോട്ടലി മാറി. മനസ്സിലായില്ലേ? അപ്പം ആരതി ഭയങ്കര ആക്റ്റീവ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണല്ലേ? ആരതി ഭയങ്കര എന്ന് വെച്ചാൽ നിങ്ങൾ കാണുന്ന ഒരു ആരതി അല്ല ഞാൻ കാണുന്നത്. ഓഹോ. നിങ്ങൾ കാണുന്ന ആരതി എന്ന് പറയുന്നത് അതൊരു എൻ്റയർലി ഡിഫറെന്റ് ആരതി. ബാക്കി ഇപ്പൊ പറയണ്ട, ബാക്കി ഞാനൊരു സെഗ്മെന്റ് തന്നെ ഉണ്ട്. നമുക്ക് ആരതി മയമാക്കാം. okay, അപ്പോൾ ആ sure. സെഗ്മെന്റിൽ ആരതിയെ കുറിച്ച് പറയാം. ഓക്കെ, ഇനി നമുക്ക് ഈ 2023 ഇപ്പൊ നമ്മളിതേ വൈൻഡപ്പ് ചെയ്യാണ്. ഇപ്പൊ ഈ ഒരു വൈൻഡപ്പ് ചെയ്യുമ്പം റോബിന് ഈ എന്താ പറയാ 2023 ഒരുപാട് സന്തോഷങ്ങളും കുറച്ച് വിഷമങ്ങളും ഒക്കെ തന്നിട്ടുണ്ട്. നമുക്ക് മന്ത് ബൈ മന്ത് എടുത്തു കഴിഞ്ഞാൽ തന്നെയും റോബിനെ ഷെയർ ചെയ്യാൻ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാവും. റോബിൻ മനസ്സിൽ ഒരുപാട് നാളായിട്ട് ആഗ്രഹിച്ചിരുന്ന കാര്യങ്ങൾ നേടിയെടുത്തു. അങ്ങനത്തെ അതൊക്കെ ഒന്ന് പറയും. ആദ്യം നമുക്ക് ജാനുവരിയിൽ തന്നെ തുടങ്ങാം. ബ്രീഫായിട്ട് പറയാം. ഞാൻ കഴിഞ്ഞ വർഷത്തെ ന്യൂ ഇയർ സ്റ്റാർട്ട് ചെയ്യുന്നത് ഇത് ദുബൈയിൽ വെച്ചിട്ടായിരുന്നു. സോ അപ്പോൾ അവിടെ ഒരു കമ്പനിയുടെ ബ്രാൻഡ് അംബാസഡർ ആയിട്ടാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം കുറേ ഫങ്ഷൻസ്, ഇനോഗ്രേഷൻസ് എല്ലാം ജനുവരി ഉണ്ടായിരുന്നു. ഫെബ്രുവരിയിൽ എൻ്റെ എൻഗേജ്മെന്റ് ആയിരുന്നു. സോ എൻഗേജ്മെന്റ് കഴിഞ്ഞതിന് ശേഷം തൊട്ടാണ് ആക്ച്വലി കോൺട്രവേഴ്സീസ് ഗ്രാജുവലി സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങിയത്. എനിക്ക് തോന്നുന്നു പലരും ചിലപ്പോൾ നമ്മുടെ കല്യാണം പോലും ചിലപ്പോൾ എക്സ്പെക്ട് ചെയ്ത് കാണത്തില്ല. ഇത് കല്യാണം എങ്ങനെയാണെന്ന് ഒന്നും ചിലപ്പോൾ എക്സ്പെക്ട് ചെയ്ത് കാണത്തില്ല. അപ്പം അങ്ങനെയുള്ളവർക്ക് അതൊരു എന്തായിരുന്നു, ഒരു എന്താ പറയുക, ഒരു തിരിച്ചടിയായിരുന്നു. അതെ. അപ്പം ആ സമയം തൊട്ടേ പലരും പ്രൊവോക്ഡ് ആയിട്ട് പലരും പല രീതിയിൽ അൺനെസസറി ആയിട്ടുള്ള കോൺട്രവേഴ്സിയിൽ പുള്ളിക്കാരിനെ വലിച്ചഴിക്കുന്നുണ്ടായിരുന്നു. കാരണം എന്നെ വലിച്ചഴിച്ചു കഴിഞ്ഞാൽ ഞാൻ പ്രൊവോക്ഡ് ആവില്ല എന്ന് വിചാരിച്ചിട്ട് പുള്ളിക്കാരി എന്ത് ചെയ്യുന്നുണ്ടായിരുന്നു, അത് ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ ആ സമയത്ത് പല രീതിയിലുള്ള നമുക്ക് പേഴ്സണലി അറിയാവുന്ന പല പ്രൊവോക്കേഷൻസും ഉണ്ടായിരുന്നു. കാരണം ഇത് പലർക്കും പബ്ലിക്കലി അറിയത്തില്ല. ഞാൻ വന്ന പബ്ലിക്കലി ഇതാണ് ഇങ്ങനെയാണെന്ന് കൂടുതൽ പറയാൻ പോകത്തില്ല. മനസ്സിലായില്ലേ? അപ്പം അങ്ങനെ കുറേ പ്രൊവോക്കേഷൻ്റെ എക്സ്ട്രീം എത്തിയ സമയത്ത് ഒരു പ്രാവശ്യം ഞാൻ ആലുവയിൽ ഒരു കോളേജിൽ പോയ ടൈമിൽ ഞാൻ ഭയങ്കര ലൗഡായി, ഭയങ്കര അഗ്രസീവായി. അപ്പോൾ മീഡിയാസ് വന്ന് ചോദിക്കുന്ന സമയത്ത് ഞാൻ റെസ്പോണ്ട് ചെയ്ത രീതി ഭയങ്കര അഗ്രസീവ് ആയിരുന്നു. അപ്പോൾ ആ ടൈമിൽ സത്യം പറഞ്ഞാൽ ഞാൻ ചിന്തിക്കുന്നില്ല. കാരണം എൻ്റെ ബേസിക് നേച്ചർ ഞാൻ അങ്ങനെയാണ്, ഷോർട്ട് ടെമ്പേർഡ് ആയിട്ടുള്ള പലപ്പോഴും ഇതുപോലെ ഇപ്പൊ പറഞ്ഞില്ലേ പെട്ടെന്നായിരിക്കും അഗ്രസീവ് ആയിട്ട് ഓരോ റിയാക്ട് ചെയ്യണത്. അപ്പൊ എപ്പോഴെങ്കിലും അങ്ങനെ തോന്നിയിട്ടുണ്ടോ, അയ്യോ ഞാൻ ഇക്കാര്യം പറഞ്ഞത് തെറ്റിപ്പോയി, ഞാൻ പറയരുതായിരുന്നു? അതാ പറഞ്ഞ ഞാൻ ആ പറഞ്ഞ കാര്യങ്ങള് അവിടെ വെച്ച് അത്രയും ഒരു കോളേജിൽ അത്രയും ലൗഡ് ആവാൻ പാടില്ലായിരുന്നു എന്നുള്ളത് ഞാൻ പിന്നെ റിയലൈസ് ചെയ്യുന്നത്. പിന്നെ അത് റിയലൈസ് ചെയ്തിട്ട് നമുക്ക് ആ ഒരു കുറ്റബോധം ഉണ്ടായി. ഞാൻ പല സ്ഥലത്തും പറഞ്ഞു ഞാൻ അത് ആക്ച്വലി അങ്ങനെ റിയാക്ട് ചെയ്യാൻ പാടില്ലായിരുന്നു. കാരണം എൻ്റെ പേഴ്സണൽ ഇഷ്യൂസ് ആയിരുന്നു. അതൊരു പബ്ലിക് ഒരു സ്ഥലത്ത് വന്ന്, അത് ഒരു കോളേജ് പോലത്തെ ഒരു സ്ഥലത്ത് വന്ന് അങ്ങനെ പറയാൻ പാടില്ലായിരുന്നു എന്ന് ഞാനത് പറഞ്ഞിരുന്നു. അപ്പോൾ ആ സമയത്ത് ആ കോളേജിൽ പോയപ്പോഴാണ് പോർഷെ പനമേര എന്ന് പറഞ്ഞൊരു സംഭവം വന്നത്. കാരണം ഞാനൊരു നോർമൽ മിഡിൽ ക്ലാസ് ഫാമിലി എന്ന് പറയുന്ന ഒരു സാധാരണക്കാരനാണ്. അപ്പം ഞാൻ ഭയങ്കര റിച്ച് ഒന്നും അല്ല. അപ്പം പടികളായിട്ട് ഇങ്ങനെ ചെയ്ത് വരുന്ന ഒരു കാര്യമാണ്. അപ്പം എനിക്ക് കാറ് ക്രേസ് ഉള്ള ഒരാളാണ്. അപ്പം ഞാൻ സത്യം പറഞ്ഞാൽ എൻ്റെ ആദ്യത്തെ വണ്ടി എന്ന് പറഞ്ഞാൽ ഒരു ക്രൂസ് ആയിരുന്നു. ഓക്കെ, അത് സത്യം പറഞ്ഞാൽ ഈ ബിഗ് ബോസിന് ശേഷം ഒരു കൊക്കയിൽ ആക്സിഡന്റ് പറ്റി വീഴാൻ പോയപ്പോഴാണ് ഞാൻ എന്ത് ചെയ്തത്, ശരി ആ വണ്ടി ശരിയാക്കാൻ ഒരു 6 months എടുക്കുമെന്ന് പറഞ്ഞപ്പോഴാണ് ഞാൻ അടുത്തൊരു വണ്ടിയിലേക്ക് നോക്കുന്നത്. ഒരു യൂസ്ഡ് ഒരു BMW എടുക്കേണ്ടി വന്നു. അപ്പം അത് സത്യം പറഞ്ഞാൽ സാഹചര്യത്തിൽ പുറത്താണ് ഞാൻ എടുത്തത്. കാരണം അല്ലെങ്കിൽ ഞാൻ ക്രൂസ് തന്നെ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പം ആ ഒരു BMW എടുത്തത് സത്യം പറഞ്ഞാൽ എൻ്റെ ഫസ്റ്റ് പ്രീമിയം കാറാണ്. അപ്പോൾ എനിക്ക് അതിൻ്റെ കൂടെ ഒരു അറ്റാച്ച്മെൻ്റ് ഉണ്ട്. അപ്പം അത് എന്നെപ്പോലെ സാധാരണക്കാരൻ ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയ കാശ് കൊണ്ട് മേടിക്കുന്ന ഒരു കാറാണ്. അപ്പോൾ ആ ഒരു സംഭവം ഞാൻ കറക്റ്റായിട്ട് EMI അടയ്ക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞ് പ്രൊവോക്ക് ചെയ്യുന്ന ഒരു സാഹചര്യത്തിൽ, അല്ലെങ്കിൽ അതിനെയും കൂടെ ഒരു കോൺട്രവേഴ്സി, ആ വണ്ടീനെ കൂടി ഒരു കോൺട്രവേഴ്സിയിലേക്ക് കൊണ്ടുവരുമ്പോൾ ഞാൻ ഭയങ്കരമായിട്ട് ഫ്രസ്ട്രേറ്റഡ് ആയി. അപ്പോൾ ആ ടൈമിൽ ഞാൻ ഔട്ട് ബെസ്റ്റ് ആയിട്ട് ഞാൻ എന്ത് ചെയ്തു, ഞാനത് പ്രൂവ് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചു. ഞാൻ ആലോചിച്ചു എന്തിനാണ് പിന്നീട് ഈ പ്രൂവ് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചത്, അതിൻ്റെ ഒരു ആവശ്യം ഇല്ലായിരുന്നല്ലോ എന്ന് ഞാൻ എന്ത് ചെയ്തു, ആ സമയത്ത് ചിന്തിച്ചിരുന്നു. അപ്പം പിന്നീട് വേറൊരു കാർ മേടിക്കാൻ ഇടയായി. പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം അതിനിടയ്ക്ക് ഒരു
കാർ മേടിച്ചു. ഞാൻ ഒരു ലാൻഡ് റോവർ ഒരെണ്ണം മേടിച്ചിട്ടുണ്ട്. കാരണം എനിക്കൊരു SUV ഞാൻ ഇതുവരെയായിട്ട് ഓടിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ എനിക്കത് ഒരെണ്ണം മേടിച്ചൊന്ന് എങ്ങനെ ഉണ്ടെന്നൊന്ന് അറിയണമെന്നുണ്ടായിരുന്നു ആ ഒരു വണ്ടി മേടിച്ചിട്ട്. അപ്പം അത് കഴിഞ്ഞതിന് ശേഷം എല്ലാവരും ഈ പനമേര അത് പറയാൻ വരട്ടെ, അതിന് തൊട്ട് മുമ്പ് ഒരു വീഡിയോ കൂടെ ഉണ്ട്, അതും കൂടെ കണ്ടിട്ട്. ഓക്കെ, അത് മാത്രമല്ല, ലാൻഡ് റോവർ ഉണ്ട് എനിക്ക്, ഞാൻ റെഡി ക്യാഷ് കൊടുത്ത് വാങ്ങിയതാ. അടുത്തൊരു വണ്ടി ഓൺ ദ വേ, പോർഷെ പനമേര. They tell me that I'm never gonna make it. They want me to do something that could make sense. They hate when I keep dreaming I'll be famous, but I don't give a fuck, I'ma keep chasing. I got all this potential that's deep inside of me, but they hate when you're successful cause they try to be. They sit there being judgmental because you're trying things, and they just want you to settle and do the right thing. So get a good job, don't slack off. Wake up every morning, make a good impression on your boss. Don't do anything that I wouldn't do, and when you're making money, make sure you don't spend it too soon. Fuck that, I'll do what I wanna do. I got a different path from everyone and that includes you. Who are you to tell? മലയാളികൾക്ക് ബിഗ് ബോസ് മലയാളത്തിലൂടെ സുപരിചിതനായ താരമാണ് റോബിൻ രാധാകൃഷ്ണൻ. റോബിനെ കുറിച്ച് അറിയാത്ത മലയാളികൾ വളരെ കുറവായിരിക്കും. കാരണം ബിഗ് ബോസിൽ വന്നതിന് ശേഷം കുറേ നാൾ, ഏകദേശം 1-2 വർഷത്തോളം ചർച്ചയിൽ നിന്നത് റോബിന്റെ പേര് തന്നെയാണ്. റോബിൻ രാധാകൃഷ്ണൻ തിരുവനന്തപുരത്ത് ഒരു ആശുപത്രിയിൽ ഡോക്ടറായി ജോലി ചെയ്യുകയായിരുന്നു. ഇതിനിടയിലാണ് ലീവ് എടുത്ത് അദ്ദേഹം ബിഗ് ബോസിൽ മത്സരിക്കാനായി എത്തിയത്. ബിഗ് ബോസ് എന്നത് അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയൊരു ആഗ്രഹമായിരുന്നു, സ്വപ്നമായിരുന്നു എന്നൊക്കെ അദ്ദേഹം തന്നെ നമ്മളോട് തുറന്നു പറഞ്ഞിട്ടുണ്ട്. ദിൽഷ ഉണ്ടായിരുന്ന സമയത്താണ്, അതായത് ദിൽഷയൊക്കെ മത്സരിക്കുന്ന, ദിൽഷ, ബ്ലസ്ലി തുടങ്ങിയവരൊക്കെ മത്സരിക്കുന്ന സമയത്താണ് ഈ റോബിൻ രാധാകൃഷ്ണനും മത്സരിക്കാനായി എത്തുന്നത്. അദ്ദേഹത്തിന്റെ അലർച്ചയായിരുന്നു സത്യം പറഞ്ഞാൽ ഒരു വലിയ പ്ലസ് പോയിന്റ് എന്ന് വേണമെങ്കിൽ പറയാം. പിന്നീട് റോബിൻ രാധാകൃഷ്ണൻ ഷോയിൽ നിന്നും പുറത്താകുന്നതാണ് നമ്മൾ കണ്ടത്. ലക്ഷ്മിപ്രിയ, റിയാസ് തുടങ്ങിയവരൊക്കെ ആ സമയത്ത് മത്സരിക്കാനുണ്ടായിരുന്നു. റിയാസുമായിട്ടൊക്കെ വലിയ ശത്രുതയിലായിരുന്നു, എന്ന് വെച്ചാൽ വലിയൊരു തർക്കമായിരുന്നു. ഇപ്പോഴും ആ തർക്കമൊക്കെ നിലനിൽക്കുന്നുണ്ട് എന്ന് വേണം കരുതാൻ. എന്താണെങ്കിലും ദിൽഷയുമായി അദ്ദേഹം ഒരു കോംബോയാണ് ബിഗ് ബോസിൽ നടത്തിക്കൊണ്ടിരുന്നത്. എന്നാൽ അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ ദിൽഷയുമായിട്ട് വിവാഹമുണ്ടാകും എന്ന് വരെ ഉറപ്പിച്ചിരുന്നു. ദിൽഷയോട് പ്രണയമുണ്ടായിരുന്നു, ബ്ലസ്ലിക്കും ദിൽഷയോട് പ്രണയമുണ്ടായിരുന്നു. എന്നാൽ പുറത്തിറങ്ങി കുറച്ച് നാളുകളൊക്കെ കഴിഞ്ഞപ്പോൾ, അതായത് അദ്ദേഹം പുറത്തിറങ്ങി കുറച്ച് നാളുകൂടി ബിഗ് ബോസ് മുന്നോട്ട് പോയി, അതിൽ ദിൽഷ വിജയിക്കുകയും ചെയ്തു. ബിഗ് ബോസിൽ ആദ്യമായി വിജയിച്ച സ്ത്രീ ആണ് ദിൽഷ. പിന്നീട് രണ്ടാമതാണ് അനുമോൾ മത്സരിക്കുന്നതും വിജയിക്കുന്നതും. ആദ്യത്തെ പേര് ദിൽഷയുടേത് തന്നെയാണ്. റോബിന്റെ സപ്പോർട്ട് കൊണ്ടാണ് ദിൽഷ ജയിച്ചതെന്നാണ് ഒട്ടുമിക്ക ആളുകളും പറഞ്ഞത്. റോബിനും അങ്ങനെ തന്നെയായിരുന്നു. പുറത്ത് ഇറങ്ങി കഴിഞ്ഞ ശേഷം ദിൽഷ തൻ്റെ ഭാര്യയാകാൻ പോകുന്ന പെൺകുട്ടിയാണ് എന്ന നിലയ്ക്ക് തന്നെയായിരുന്നു റോബിന്റെ പ്രവർത്തികളെല്ലാം. എന്നാൽ പുറത്തിറങ്ങിയ ശേഷം ദിൽഷ റോബിനെ വിവാഹം കഴിക്കുന്നതിൽ നിന്നും പിന്മാറി എന്നാണ് നമ്മൾ അറിഞ്ഞത്. പിന്മാറുക എന്ന് പറഞ്ഞാൽ റോബിനോട് ദിൽഷ കൂടുതൽ സമയം ചോദിച്ചു. ഒരു 4-5 വർഷത്തോളം തനിക്ക് ഈ ഒരു കാര്യത്തിൽ തീരുമാനമെടുക്കാനുള്ള ഒരു സമയം ചോദിച്ചു. എന്നാൽ അത്രയും സമയം കൊടുക്കാൻ റോബിന് സാധിച്ചില്ല. എന്നാൽ ഇതിനിടയ്ക്ക് തന്നെ ഇന്റർവ്യൂ ചെയ്യാനെത്തിയ അവതാരകയായ ആരതി പൊടിയുമായി റോബിൻ പ്രണയത്തിലായി. ആ പ്രണയം പെട്ടെന്ന് തന്നെ വലിയ ന്യൂസായി, വീട്ടുകാരൊക്കെ അറിയുകയും പിന്നീട് അതൊരു വിവാഹ ആലോചനയും വിവാഹ നിശ്ചയം വരെ എത്തി. എന്നാൽ പിന്നീട് കുറച്ചു നാളുകൾക്ക് മുൻപാണ്, കഴിഞ്ഞ വർഷമാണ് ഇവരുടെ വിവാഹം നടന്നത്. ആഡംബര വിവാഹമായിരുന്നു. ഫാഷൻ ഡിസൈനറാണ് ആരതി പൊടി. മനോഹരമായ ഡ്രസ്സാണ് ആരതി പൊടി തനിക്കായി തന്നെ തയ്പ്പിച്ചത്. ചുവന്ന ഡ്രസ്സിലെത്തിയ ആരതി പൊടിയുടെ വിവാഹ ചിത്രങ്ങൾ ഇന്നും ശരിക്കും പറഞ്ഞാൽ ഒരു ബോളിവുഡ് താരത്തിന്റെ വിവാഹം പോലെ തോന്നിക്കും. വിവാഹത്തിന് മുന്നേ തന്നെ ആരതി പൊടി പറഞ്ഞിരുന്നു, താൻ ഇത്രയും നാളെ ബിസിനസ്സിലാണ് ശ്രദ്ധ കേന്ദ്രീകരിച്ചത്, ഇനി തന്റെ മുഴുവൻ ശ്രദ്ധ തന്റെ ഭർത്താവിലും കൂടി ആയിരിക്കും. ഭർത്താവിലാണ് താൻ ഇനി മുഴുവനായിട്ട് ശ്രദ്ധിക്കാൻ പോകുന്നത്. തനിക്ക് നല്ലൊരു ഭാര്യ ആയിരിക്കാനാണ് താല്പര്യം എന്നൊക്കെ ആരതി പൊടി പറഞ്ഞിരുന്നു. എന്നാൽ ഇരുവരും ഇപ്പോൾ റോബിൻ ഇലക്ഷന് മത്സരിച്ചിരുന്നു. ആ സമയത്തും ആരതി ഒപ്പം തന്നെ ഉണ്ടായിരുന്നു എല്ലാ കാര്യത്തിലും. അതുപോലെ തന്നെ ആരതി ഇപ്പോൾ ഫാഷൻ ഡിസൈനിങ് തന്റെ ബുട്ടീക്കുമായും നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോവുകയാണ്.